നമസ്കാരം. ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു മെഗാ പദ്ധതി VMTV ന്യൂസും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തി വരുന്നതായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 30-ാം തീയതി 30/12/2025 ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആയുർവേദ കോളേജിന് തൊട്ട് മുന്നേയായി വെറ്റിനറി ഹാളിൽ വെച്ച് ഞങ്ങളൊരു ആശ്രയ സമ്മാന പെരുമഴ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ ആ പരിപാടിയിൽ മെഗാ ഞെറുക്കെടുപ്പ് ഉൾപ്പെടെ നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുക, അതോടൊപ്പം 11ഓളം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഈ 11ഓളം കുടുംബങ്ങൾ വീട് ജപ്തിയാവുന്നവരാണ്. ഈ വീട് ജപ്തിയാവുന്ന ഈ 11ഓളം കുടുംബങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ 1 രൂപ വാങ്ങിക്കൊണ്ടല്ല ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 11ഓളം കുടുംബങ്ങളെ ഈ ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ വീടുകൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുമ്പോൾ അതോടൊപ്പം തന്നെ അതിൽ വസ്തുക്കൾ വച്ചിരിക്കുന്ന കുടുംബങ്ങളും ആ കുടുംബങ്ങളും ഓരോരുത്തരെ അറിയാം. ഇപ്പം തന്നെ കഴിഞ്ഞ 4-ാം തീയതി മാതൃഭൂമി ന്യൂസിൽ ഒരു 3 അമ്മമാർ ഓൾറെഡി ഒരു വീട്ടിൽ അസുഖബാധിതരായിട്ടുള്ള ഉണ്ട്. അതെ. അപ്പോൾ അതിൽ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ ഓൾറെഡി ഈ 3 അമ്മമാരെയും സംരക്ഷിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ പുഷ്പലത എന്ന് പറയുന്നൊരമ്മ ഓൾറെഡി അസുഖബാധിതയാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. അതോടൊപ്പം തന്നെ 2 അമ്മമാർക്ക് അവർക്ക് നല്ല വയസ്സായി എങ്കിലും നിരവധി അസുഖത്തിന് ഉടമകളാണ്. കാരണം മനുഷ്യനിപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡായിട്ട് കിട്ടുന്ന ഓരോന്നാണ് അസുഖങ്ങൾ. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു കുടുംബത്തിനെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ നിങ്ങൾക്ക് സമ്മാനമായി വച്ചിരിക്കുന്ന ആ വസ്തുക്കളും ഒരു വീടും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ കുടുംബങ്ങളും ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ ഞങ്ങളുടെ ഈ ഒരു ഡൊണേഷൻ്റെ ഭാഗമായുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള കുടുംബമുണ്ട്, അതോടൊപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളതുണ്ട്. ഈ പറയുന്ന ഒരാളെ കയ്യിൽ നിന്നും ഞങ്ങൾ 1 രൂപ പോലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എടുത്തു തരാം, എന്നിട്ട് കുറച്ച് പൈസ നിങ്ങളും എടുത്തോ ഞങ്ങളും എടുത്തോ എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1 കഴിഞ്ഞ വർഷം നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തി. അതിൽ തന്നെ ഞങ്ങൾ അന്ന് സമ്മാനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് സ്കൂട്ടർ അങ്ങനെയുള്ള സമ്മാനങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലെ മറ്റുള്ളവരെയും കാണണം. ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയിലാണ് ഈ വീടുകളും അതോടൊപ്പം ഈ വസ്തുക്കളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ലോട്ടറി ഡയറക്ടർക്കും ഫിനാൻസ് മിനിസ്റ്ററായ ബാലഗോപാൽ സാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഞങ്ങൾ നിയമപരമായി ഓരോ കത്ത് നൽകുകയും അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയിൽ ഈ നിമിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തരുന്ന ഓരോ രൂപയ്ക്കും 100% സുതാര്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനുദാഹരണം ഞങ്ങൾ ഈ ഗൂഗിൾ ഷീറ്റ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് ആർക്ക് വേണോ ഗൂഗിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ, ഈ ടോക്കൺ എടുത്തത്, എത്ര ടോക്കൺ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ അഡ്രസ്സ്, ഏത് ദിവസം എടുത്തിട്ടുണ്ട്, ഇതെല്ലാം സുതാര്യമായി രേഖപ്പെടുത്തിയാണ് ഞങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സുതാര്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തരുന്ന പൈസ, ഞങ്ങൾക്ക് ഡൊണേഷനായി നിങ്ങൾ തരുന്ന പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ സാധിക്കത്തില്ല. കാരണം ഞങ്ങൾ ഈ തരുന്നത് നിങ്ങൾക്ക് ഏത് നിമിഷവും നിങ്ങൾക്ക് ഞങ്ങളോട് വിളിച്ച് ചോദിക്കാം, എൻ്റെ ടോക്കൺ നമ്പർ എത്ര, അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പല സ്ഥലത്തും ഈ ഒരു വീടുകളും വസ്തുക്കളും സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പൈസ പിരിച്ചതിന് ശേഷം അത് നടപ്പിലാക്കാത്ത വിഷയങ്ങളുണ്ടായി. കണ്ണൂർ ഒരു വ്യക്തി ഒരു 3500-4000 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 നില വീട് സമ്മാനമായി വെച്ച് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് 15,000-ഓളം ടോക്കൺ സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ നമ്മുടെ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ
അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നിയമവ്യവസ്ഥയ്ക്ക് എതിരായി ചെയ്യുന്ന ഇതേപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു പാർപ്പിടം ഒരുക്കുക, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ഒരുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടുന്ന കല്യാണം നടത്തുക, അല്ലെങ്കിൽ അസുഖബാധിതരായ ഒരാളെ സഹായിക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ റോഡിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഞങ്ങളെ കണക്കുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ടോക്കൺ ഞങ്ങൾക്ക് തികയാത്തത് കൊണ്ട് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ നിങ്ങൾക്ക് ആർക്ക് വേണോ പരിശോധിക്കാം. നമുക്ക് മൊത്തം 1,60,000 ടോക്കൺസ് വേണം. 1,60,60,000 ടോക്കനാണ് ഞങ്ങളുടെ ഈ ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ഈ പദ്ധതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ചെലവുകൾ എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് സുതാര്യമായിട്ടാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു രൂപ ഞങ്ങൾക്കും വേണ്ട, നിങ്ങൾ തരുന്ന പൈസയുടെ സംരക്ഷണം നൽകേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ ഞങ്ങൾക്കിതിൽ 11ഓളം കുടുംബങ്ങൾ, ഈ 11ഓളം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ അവരാ വീട് നിങ്ങൾക്ക് സമ്മാനമായി നൽകുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവർ എന്നേക്കുമായി ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന അവർക്ക് മറ്റൊരു വീട് വാങ്ങാനുള്ളൊരു സജ്ജീകരണം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ്, അതിനുള്ള റേറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയപ്പോഴേ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 100ഓളം വീടെന്ന് പറഞ്ഞാൽ വീടും വയ്ക്കാനുള്ള സ്ഥലവും, അതോടൊപ്പം തന്നെ വീടുമില്ലാത്തവരുമുണ്ട്. അതോടൊപ്പം തന്നെ വീട് നമ്മുടെ കേരള സർക്കാരുകളിൽ നിന്ന് വീട് ലഭിച്ചതിന് ശേഷം ആ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്ന നിരവധി പേരുമുണ്ട്. അതോടൊപ്പം തന്നെ വസ്തുവുണ്ട്, അവർ കടമൊക്കെ വാങ്ങിച്ചൊരു വസ്തു വാങ്ങി ആ വസ്തുവിലൊരു വീട് വയ്ക്കാനുള്ള സാഹചര്യമില്ലാത്ത. അപ്പോൾ അതിനും നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഓൾറെഡി ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് 1,60,60,000 ടോക്കൺ 1000 രൂപ വെച്ചുള്ള ഇത്രയും എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ജെന്യൂനായിട്ട് എത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു പദ്ധതി മെഗാ ഞെറുക്കെടുപ്പ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മാസ ഞെറുക്കെടുപ്പിൽ വസ്തുക്കളും അതേപോലെ തന്നെ മറ്റ് ഫോണുകൾ അങ്ങനെയുള്ള സംഗതികൾ ഉൾപ്പെടുത്തി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ തന്നെ മെഗാ ഞെറുക്കെടുപ്പിൻ്റെ ടോക്കൺ തികഞ്ഞു കഴിഞ്ഞാൽ ആ സഹസിൽ വെച്ച് തന്നെ അതും നടപ്പിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് ടോക്കൺ എടുത്ത് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകണം. കാരണം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർക്ക് നിങ്ങൾ ചെയ്യുന്നൊരു സഹായമാകണം ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. അത് ഞങ്ങളുടെ ഈ ഒരു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ VCT ട്രസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. എന്തായാലും നിങ്ങളുടെ ഒരു സാരഥിയായി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പുകളായി ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം കാണും. പിന്നെ അന്ന് 30-ാം തീയതി നടന്ന നമ്മുടെ ആ ഒരു ലൈവ് നിങ്ങളെല്ലാവരും, നമ്മുടെ മാന്യ പ്രേക്ഷകരായ അതുപോലെ ടോക്കൺ എടുത്ത നമ്മുടെ പ്രിയ സഹോദരങ്ങളായ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അന്ന് നമ്മുടെ ഇതിൽ പറയുന്ന ഷൈൻ MJ നായർ അദ്ദേഹം വന്നിട്ട് 85% അതെ ഡിസബിലിറ്റി ഉള്ള ഒരു പയ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ, അവർ 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി കിട്ടാൻ വരെ സാധ്യതയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വന്തം മകന് വേണ്ടി ആ ഒരു ജോലിക്ക് പോകാൻ പോലും പറ്റാതെ ഈ മകനെയും കൊണ്ട് അന്ന് തൊട്ടേ വാടകയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അറിയാം, നമ്മുടെ ഇപ്പം ഒരു കുഴപ്പവുമില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ പോലും വാടകയ്ക്ക് വീട് ചോദിച്ചാൽ തരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള വീട്ടുടമകൾ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇളയ ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ ഏക വരുമാനത്തിലാണ് ആ ഒരു കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മകനും സുഖമില്ലാത്തൊരവസ്ഥയാണിപ്പം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ കുടുംബത്തിനെ കൈത്താങ്ങായി അല്ലെങ്കിൽ അതിനോടൊപ്പം ചേരുകയാണ് ഒരു സാമൂഹ്യ അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന ഇതിൽ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത് തന്നെ ഞങ്ങളടുത്ത് ഈ ആശ്രയ സമ്മാന പരിപാടി തുടങ്ങിയ ഏകദേശം 8 മാസത്തോളമായി. തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് തന്നൊരു അപേക്ഷയാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ ഓൾറെഡി ഞങ്ങൾ പരിഗണിക്കുകയും അപ്പോൾ ഈ ഒരു അമ്മയ്ക്കും മക്കൾക്കും അവർക്ക് വീട് ഞങ്ങൾ വെച്ച് താക്കോൽ അവരെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരും ഈ ആശ്രയ സമ്മാന പെരുമഴ ഡൊണേഷൻ
നൽകാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പദ്ധതി, ഈ ഒരു മഹാപദ്ധതി നിങ്ങളുടെ ഓരോരുത്തരെയും ആണെന്ന് കണക്ക് കൂട്ടി എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിക്ക് എന്നായാലും അല്ലെങ്കിൽ എത്ര ദിവസമായാലും ഇതിനൊരു അവസാനമുണ്ട്. ഈ ഒരു പദ്ധതിയുടെ മെഗാ ഞെരുക്കെടുപ്പ് ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണക്ക് ഞങ്ങളിത് പകുതി വെച്ച് മതിയാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളിത് ഇല്ലാതാക്കുകയോ ചെയ്യത്തില്ല. എന്തായാലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ 11ഓളം കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇതിൽ നമ്മളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഓരോ നിമിഷവും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറേ ഞങ്ങളെ വീടിൻ്റെ എന്തായി, സാറേ ഞങ്ങൾക്ക് കിടക്കാൻ പാകില്ല സാറേ എനിക്ക് വീട് മഴയപ്പം വെള്ളം കയറുന്നു, ആ ഒരു രീതിയിൽ ഞങ്ങളുടെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരായ അല്ലെങ്കിൽ സഹോദരിമാരായ നിരവധി പേരാണ് ഓരോ നിമിഷവും ഞങ്ങളെ ഈ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പദ്ധതിക്ക് ഇറങ്ങിയതിന് ശേഷം തന്നെ ഉറക്കുമ്പം തന്നെ 2 മണിയാവും. ആ രീതിയിൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു അമ്മ ഞങ്ങൾക്കൊരു ഓൾറെഡി ഒരു അപേക്ഷ നൽകിയതും ഈ ഒരു അപേക്ഷ പ്രകാരമാണ് ഞങ്ങൾ അതെ ഷൈൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ഫോട്ടോ, പിന്നെ സ്റ്റാൻഡിംഗ് ഡിസബിലിറ്റി അതെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അതെ 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 ഓക്കെ, പിന്നെ അമ്മയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതെ 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 ഇത്രയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഒരു സാമൂഹ്യ പരിഗണന അവർക്ക് കൊടുത്ത എന്താണെന്നറിയാമോ? പറയുന്ന ഈ ഒരു കുടുംബം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം തുടർന്ന് എത്ര നാൾ പോകാൻ പറ്റുമോ എന്ന് പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നേക്കാളും അതിൻ്റെ ആ ഒരു അമ്മ നിങ്ങൾക്ക് മുന്നിലായി എത്തിയിരിക്കുകയാണ്. ആ അമ്മയെ ഞങ്ങൾ ഈ ഒരു സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഷൈൻ MJ നായർ എന്ന ആ ഒരു യുവാവിൻ്റെ അമ്മയാണ് ഞങ്ങളുടെ ഈ ഒരു സദസ്സിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അമ്മയോട് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും എന്ന്. നമസ്കാരം. എൻ്റെ മകന് 43 വർഷമായി സുഖമില്ലാത്ത കുട്ടിയാണ്, ബുദ്ധിയില്ലാത്ത ആളാണ്. ജനിച്ചപ്പോൾ കരഞ്ഞില്ല എന്നുള്ളതാണ് അവൻ്റെ അസുഖത്തിൻ്റെ കാരണം. ഈ 43 വർഷം കൊണ്ട് ഞങ്ങൾ ചികിത്സയിലാണ്, അവനെ ചികിത്സിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് പണയപ്പെടുത്തിയും എൻ്റെ ഭർത്താവിൻ്റെ വസ്തു വിറ്റും ഞങ്ങളുടെ വീട്ടിലെ സകലമാന വീട്ടുപകരണങ്ങൾ വിറ്റും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉപ്പ് ചിരട്ട വരെ വിറ്റ് ആ കുട്ടിയെ ഞാൻ ചികിത്സിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇന്നും അവൻ ചികിത്സയിലാണ്. 3000 രൂപ വീതം മാസം ഗുളികയ്ക്ക് വേണം. അത് ഇളയ മകനാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഇളയ മകൻ പിന്നെ വളരെ ആക്റ്റീവായ മിടുക്കനായ ഒരു പയ്യനാണ്. അവനൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനും ഇപ്പം പെട്ടെന്ന് സുഖമില്ലാതായി. അവനും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഭർത്താവ് 2015 കിഡ്നി സംബന്ധമായ അസുഖം നിമിത്തം മരിച്ചുപോയി. അങ്ങനെ ഞങ്ങളെ ബന്ധുക്കളാരും സഹായിക്കാനില്ല. ആൾക്കാരെല്ലാം നല്ല നിലയിലാണ്, പക്ഷെ അവരാരും സഹായിക്കില്ല. എൻ്റെ ഈ മോൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കാർക്കും സഹായിക്കാൻ സന്മനസ്സില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ സാറിനെ പരിചയപ്പെടുകയും അത് കൂടുതലും അതിലൊരു കുട്ടി കുസൃതി ചോദ്യം എന്നൊരു പിന്നെ അവരുടെ ചാനലിൽ ഞാൻ കാണാനിടയാവുകയും സാറിനെ ഇങ്ങനെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് കാണുകയും സാറിനെ വന്ന് പരിചയപ്പെടുകയും അങ്ങനെ ഞാൻ സാറുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ സാർ അപേക്ഷ കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ അപേക്ഷ കൊണ്ടു കൊടുക്കുകയും അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള പല ചാരിറ്റികളെയും പല ആൾക്കാരെയും വലിയ വലിയ ആൾക്കാരെയും എല്ലാം ഞാൻ സമീപിച്ചിട്ടുണ്ട്. എനിക്ക് ആരിൽ നിന്നും നല്ലൊരു മറുപടി പോലും കിട്ടിയിട്ടില്ല. പലരിൽ നിന്നും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാറ് മനുഷ്യനാണ്. അത് ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടു. അത് ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്. 100% അല്ലെങ്കിൽ 101% ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്നുള്ളത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, എന്നും പറയും. അപ്പോൾ സാർ എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്കും എൻ്റെ ഈ വയ്യാത്ത മോനും മൂത്ത മോനും കയറി കിടക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ
ആണ്. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് പറയാനുള്ളത് 30-ാം തീയതി സാറൊരു 30/12 അല്ലേ 30/12 സാറൊരു പ്രോഗ്രാം വച്ചിരുന്നു. ഞാൻ അന്ന് എനിക്ക് വർക്കല രാവിലെ പോയിട്ട് അവിടെയും എത്തിയിട്ട് അവിടുത്തെ കാര്യവും നടത്താൻ പറ്റിയില്ല. കാരണം ഇവിടെ 3 മണിക്ക് സാറ് പറഞ്ഞിരുന്നു. തിരിച്ച് അവിടെ പോയിട്ട് അവിടെ നിന്ന് വെപ്രാളപ്പെട്ട് ഇവിടെ വന്നപ്പോൾ അവിടുത്തെ കാര്യവും നടക്കാൻ പറ്റിയില്ല. കാരണം ഇടയ്ക്കൊന്നും ഞാൻ കഴിച്ചില്ല. അതിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, ടെൻഷനുണ്ട്. പിന്നെ ഇപ്പം ഇളയ മോന് സുഖമില്ലാത്തതിൻ്റെ ഒരുപാട് വിഷമമുണ്ട്. വന്നിട്ട് എനിക്ക് ഇടയ്ക്ക് ഇറങ്ങി പോവേണ്ടി വന്നു. അത് ഒന്നാമത്തെ കാര്യം എനിക്ക് തലവേദന, രണ്ടാമത് ഈ മൂത്ത മോന് ഞാൻ രാവിലെ ഇട്ടിട്ട് പോയതാണ്, പോയിട്ട് വേണം അവന് ആഹാരം കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അവസ്ഥ മൊത്തം സാറിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് സാർ എനിക്ക് അപ്പോഴാ സദസ്സിൽ കയറി പറയാനായിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞില്ല. ആൾക്കാരുടെ ഇടയിൽ ഇനി സാറ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ അവിടെ കയറി പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങനെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ മറ്റ് ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അമ്മയ്ക്ക് നിങ്ങൾ കേട്ടല്ലോ, ഈ അമ്മയുടെ ആ ദുരിതത്തിലെ ഏറ്റവും വലിയ ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഇളയ മകൻ്റെ ആ ഒരു വരുമാനത്തിലാണ് ആ ഒരു കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 കിഡ്നിയും ഇളയ മകന് ഏകദേശം ഒരു എത്ര ശതമാനത്തോളം രണ്ടും ചുരുങ്ങിപ്പോയി. അപ്പോൾ അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തി ഈ കിഡ്നി മാറ്റി വെച്ചാലേ ഈ ഒരു കുടുംബം മുന്നോട്ട് പോകും. അപ്പോൾ അതിന് ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലൂടെ ഈ ഒരു അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരും അവർക്കൊരു കൈത്താങ്ങായെങ്കിൽ മാത്രമേ ആ കുടുംബത്തിനെ, നമുക്കൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ആൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു കുടുംബം അത് അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ പിറ്റേ നമ്മൾ പത്രത്തിൽ വായിച്ചു അവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ അതിനു മുന്നേ ആ കുടുംബത്തിനെ നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കാതെ അവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും, അതായിരിക്കണം ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഇപ്പോൾ ഈ അമ്മയുടെ ആ നാവിൽ നിന്ന് വന്ന വാക്കുകളുണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾക്കല്ലാതെ ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കുവാനോ ഇതൊന്നുമല്ല. നമുക്ക് മാന്യമായി ജീവിക്കാൻ ദൈവം ഓരോ തൊഴിൽ മാർഗങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ തൊഴിൽ മാർഗത്തിന് അപ്പുറം ജനങ്ങളുടെ നന്മയ്ക്കായി അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഒരു നാവായി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ചാനലും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. PMTV ന്യൂസും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര മീഡിയ TV നിങ്ങൾക്കൊപ്പം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ഞങ്ങളൊരു 10-15 വർഷത്തോളമായി ചാരിറ്റി പ്രവർത്തന രംഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വരുമാനം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടത്തിയിരുന്നു. നിങ്ങൾ നേരത്തെയും ഞങ്ങളുടെ ഈ ചാനൽ വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഏകദേശം 5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 5 വർഷം കൊണ്ട് ജനോപകാരപ്രദമായ നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റെടുക്കുവാനും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഞങ്ങൾക്ക് പല രീതിയിൽ സഹായം ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കാലയളവിൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴയിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ചതും ബാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായവും കൊണ്ട് ഈ പറയുന്ന ഈ ഒരു അമ്മയ്ക്ക് ഞങ്ങൾ ഈ ഒരു വീട് വെച്ച് വീട് ഓൾറെഡി ഗവൺമെൻറ് കൊടുത്തൊരു വീടുണ്ട്. ആ വീടിനെ മൊത്തം പണി പൂർത്തീകരിച്ച് അവർക്ക് 3 പേർക്കും അവിടെ കിടക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആ ഒരു താക്കോല് കൈമാറാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി ഞങ്ങൾ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമായിട്ട് ഞങ്ങളത് ഇന്ന് അവർക്ക് വേണ്ടുന്ന അതിനൊരു ചെക്ക് പാസ്സാക്കിയതിൻ്റെ ഇതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ഞങ്ങളുടെ ഈ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ ഒരു പദ്ധതിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന്, നിങ്ങൾ മറ്റൊരാൾ നടത്തുന്ന ഒരു പദ്ധതിയല്ല ഇത്. ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ ഞങ്ങൾ VMTV ന്യൂസും അതോടൊപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നിങ്ങൾ ആര് 1 രൂപ തന്നിട്ടുണ്ടോ എങ്കിലും ലോക ചരിത്രത്തിൽ തന്നെ ഇതേപോലെ ഒരു ട്രസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളെ 1000 രൂപയോ 2000 രൂപയോ വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ ആരെ കണക്കിലിരിക്കുന്നു അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളിതെല്ലാം
കമ്പ്യൂട്ടറിൽ ഓൾറെഡി നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ടോക്കൺ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഈ മെഗാ ഞെറുക്കെടുപ്പ് നടക്കുന്നത് വരെ ആ ടോക്കൺ ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മെഗാ ഞെറുക്കെടുപ്പാണ്. അതുവരെ നിങ്ങൾക്ക് ഞങ്ങളാൽ കൊണ്ട് കഴിയുന്ന പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ വസ്തുക്കൾ വീടില്ലാത്തവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടുമെങ്കിൽ അത് ഞങ്ങളാൽ സഹായിക്കണമെന്നത് കൊണ്ടാണ് ഞങ്ങൾ മാസ ഞെറുക്കെടുപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഞെറുക്കെടുപ്പിൽ 5 പേർക്ക് 3 സെൻറ്റ് വെച്ച് ലഭിച്ചു. ഈ 5 പേരിൽ പലരും ഒരു വീടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വസ്തു ഇല്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു സമ്മാനം ലഭിച്ചത്. അതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ 2ാം സമ്മാനം ഗോൾഡ് കോയിനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, എൻ്റെ പേര് വെളിപ്പെടുത്തണ്ട, എൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങളുടെ രജിസ്റ്ററിൽ ഓൾറെഡി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ ഒരു മെഗാ പദ്ധതി നിങ്ങൾ ഓരോരുത്തരുടെയും കൈത്താങ്ങായി മുന്നോട്ട് പോകണം. കാരണം അതെ, ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ കാണരുത് എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. ഞങ്ങൾ പ്രത്യേകിച്ച് VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ജാതി സംഘടനയുടെയോ കൊടിയുടെ നിറമോ ഇതൊന്നും നോക്കുന്നില്ല. മനുഷ്യനെന്നുള്ള പരിഗണന മാത്രമാണ് ഞങ്ങളിവിടെ നൽകി ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ടോക്കൺ എടുത്ത് ഞങ്ങളെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾ സമ്മാനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ ദൈവം തന്നൊരവസരം നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നു. ഞങ്ങളിതിൻ്റെ നിങ്ങളുടെ മുന്നിലെ ഏജൻറ്റ് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പദ്ധതിയാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ എന്ന് കണക്ക് കൂട്ടി നിങ്ങൾ ഓരോരുത്തരും ഈ ആശ്രയ സമ്മാന പെരുമഴയുടെ ടോക്കൺ എടുത്ത് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് വിജയിപ്പിച്ച് ഈ പാവങ്ങളായ 100 പേർക്കും ഈ 11 കുടുംബങ്ങളെയും ഈ നമ്മുടെ ഭൂമിയിൽ പറക്കുവാനൊരു അവകാശം നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.